ഹരിത ഭാവിയിലേക്കുള്ള യാത്ര എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി ചുരം ശുചീകരിച്ചു. പ്രകൃതി മനോഹരമായ കുറ്റ്യാടി ചുരം പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരുന്നു. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ശല്യമായി റോഡിലേക്ക് വളർന്ന കുറ്റിച്ചെടികൾ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ശുചീകരണത്തിന്റെ ഭാഗമായി വെട്ടിത്തെളിച്ചു. വയനാട്ടിലേക്കുള്ള പ്രധാന പാതയായ കുറ്റ്യാടി ചുരമാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യൂത്ത് ബ്രിഗേഡ് നേതൃത്വത്തിൽ ശുചീകരിച്ചത്. വയനാട് ജില്ലാ അതിർത്തി വരെയാണ് 500-ലധികം പ്രവർത്തകർ രാവിലെ മുതൽ രംഗത്തിറങ്ങിയത്. യാത്രക്കാർ വലിച്ചെറിയുന്നതും ഒഴുകിയെത്തിയതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡരികിൽ നിറഞ്ഞിരുന്നു. കാഴ്ച മറക്കുന്ന മരച്ചില്ലകളും കുറ്റിച്ചെടികളും പ്രവർത്തകർ വെട്ടിയൊതുക്കി. ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ശുചീകരണം, അതിനുശേഷം പ്രധാനപ്പെട്ട കവലകളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കൽ, ഹരിത ഭൂമി എന്ന നിലക്ക് പ്രധാനപ്പെട്ട റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റോഡ് സൈഡുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടി. 7 മണിക്ക് തുടങ്ങിയ ശുചീകരണം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ചുരം ശുചീകരണ പ്രവർത്തനം നമ്മുടെ നാട് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. കുന്നുമ്മൽ, നാദാപുരം, പേരാമ്പ്ര ബ്ലോക്കുകളിലെ പ്രവർത്തകരാണ് ശുചീകരണത്തിൽ പങ്കാളികളായത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജും പരിസരവും ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നേരത്തെ ശുചീകരിച്ചിരുന്നു. യൂണിറ്റുകളിൽ വൃക്ഷത്തൈ വെച്ചുപിടിപ്പിക്കലും പരിപാലനവും തുടങ്ങി നിരവധി പരിപാടികളാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചു വരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.